ഇരട്ടച്ചങ്കനും ഊരിപ്പിടിച്ച വാളും അമ്മാതിരി ഡയലോഗൊന്നും ഇങ്ങോട്ട് വേണ്ട എന്നിങ്ങനെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മാസ് ഡയലോഗുകളൊക്കെ എന്നും സോഷ്യൽ മീഡിയയിൽ തരംഗമാണ്. കഴിഞ്ഞ ദിവസവും ഒരു മാസ് ഡയലോഗ് പിണറായി സംഭാവന ചെയ്തു. അത് പാർട്ടിയിലെ പലർക്കുമുള്ളൊരു കുത്തായി വേണം കരുതാൻ. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളിൽ രണ്ടാമനെന്ന് വിശേഷിപ്പിക്കാവുന്ന ഇ.പി. ജയരാജനെതിരെയായിരുന്നു മുഖ്യമന്ത്രിയുടെ പരാമർശം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത് മടങ്ങുന്നതിനിടെയായിരുന്നു പിണറായിയുടെ മാസ് ഡയലോഗ് വീണ്ടും എത്തിയത്. പാപിയുടെ കൂടെ ശിവൻ കൂടിയാൽ ശിവനും പാപിയാകുമെന്ന ഡയലോഗാണ് വളരെ വേഗം തരംഗമായത്. നാട്ടിൽ പ്രചാരത്തിലുള്ള ഒരു സാധാരണ ചൊല്ലാണിത്. ഇ.പി. ജയരാജനും ബി.ജെ.പിയുമായുള്ള ബന്ധത്തെപ്പറ്റി മാധ്യമങ്ങൾ ചോദ്യം ഉന്നയിച്ചപ്പോഴാണ് അദ്ദേഹം ഇങ്ങനെ പ്രതികരിച്ചത്. കോവിഡ് കാലത്തെ അക്കച്ചൊക്കൻ ഉൾപ്പെടെയുള്ള വാക്കുകൾ തെരഞ്ഞു നടന്ന സോഷ്യൽ മീഡിയയും മലയാള ഭാഷാ പ്രേമികളുമൊക്കെ ഈ ചൊല്ലിന് പിന്നിലുള്ള സംഗതികൾ പുറത്തെത്തിക്കാനുള്ള തിരക്കിട്ട ശ്രമത്തിലായിരുന്നു. പിണറായിയുടെ മാസ് ഡയലോഗ് ഗൂഗിളിൽ തിരഞ്ഞിട്ട് പോലും കണ്ടെത്താനാവില്ലെന്നും സോഷ്യൽ മീഡിയയിൽ ചിലർ പരിഭവിച്ചു. പുരാണത്തിൽ ശിവനുമായി ബന്ധപ്പെട്ട ഏത് കഥയാണ് പിണറായി പറഞ്ഞതെന്നായിരുന്നു പലരുടെയും സംശയം. തെക്കൻ കേരളത്തിൽ അങ്ങനെ ഒരു ചൊല്ലില്ലെന്നും വടക്കൻ കേരളത്തിൽ എന്തെങ്കിലും കഥ കാണുമെന്നും ചില ബുദ്ധിജീവികൾ തട്ടിവിട്ടു. അങ്ങനൊരു പ്രയോഗത്തിൻ്റെ അർത്ഥം എന്താണ്? ഒരു വ്യക്തിയുമായുള്ള ഇടപെടൽ കൊണ്ട് ഗുണവും ദോഷവും ഉണ്ടാകാം എന്നാണ് സർവ്വസാധാരണമായ ഈ ചൊല്ലിൻ്റെ അർത്ഥം. ആരോട് ഇടപെട്ടാലും പഠിച്ചു മാത്രമേ ഇടപെടാൻ പാടുള്ളൂ എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞ ചൊല്ലിൻ്റെ ചുരുക്കം. ഇവിടെ പാപി ദല്ലാൽ നന്ദകുമാറാണ്. ദല്ലാളിനോട് ചേർന്നാൽ ജയരാജനും പാപിയാകുമെന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. പൗരാണികതയെ ചുറ്റിപ്പറ്റി നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ചൊല്ലുകളുണ്ടെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. കഥ വേണമെന്നില്ല, അന്തഃസത്തയ്ക്കാണ് ഇവിടെ പ്രാധാന്യം. മുല്ലപ്പൂമ്പൊടിയേറ്റ് കിടക്കും കല്ലിലുമുണ്ടൊരു സൗരഭ്യം എന്ന് കുഞ്ചൻ നമ്പ്യാർ പാടിയതിനെ ഉപമയായാണ് മലയാളം പറയുന്നത്. അപ്പോൾ പിന്നെ സോഷ്യൽ മീഡിയയ്ക്കും ഭാഷാപ്രേമികൾക്കും അധികം ആശങ്ക വേണമെന്നില്ല. പിണറായി ഒരു ഉപമ പറഞ്ഞെന്ന് മാത്രം കരുതിയാൽ മതി. സംഗതി എന്തായാലും ഇ.പിയുടെ കാര്യം ഇനി എന്താകുമെന്ന് കണ്ടറിയണം. നടപടി ഉറപ്പെന്നാണ് കേൾക്കുന്നത്.